വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഫുഡ് റെസിപ്പീസ്. ഇപ്പോഴത്തെ മാമ്പഴക്കാലത്ത് നമ്മൾ പലവിധ കറികൾ പച്ചമാങ്ങ ഉപയോഗിച്ചും പഴുത്ത മാങ്ങ ഉപയോഗിച്ചൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിൽ നാടൻ മാങ്ങ, ചെറിയ ഇനം നാടൻ മാങ്ങ ഉപയോഗിച്ചുണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ വേറെ ടേസ്റ്റാണല്ലോ. നമ്മുടെ ചാനലിൽ മാമ്പഴ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കറി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ മാമ്പഴവും വെള്ളരിക്കയും കൂടി ചേർത്തിട്ടുള്ള ഒരു കൂട്ടാനാണ് തയ്യാറാക്കുന്നത്. ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് നമുക്ക് മൺചട്ടിയിൽ തയ്യാറാക്കാം. ഞാൻ ഏറ്റവും നല്ല മാമ്പഴക്കൂട്ടാൻ വെക്കാനായിട്ട് ഏറ്റവും നല്ല ചെറുമാമ്പഴം ചന്ദ്രക്കാരൻ ഇനത്തിൽപ്പെട്ട മാമ്പഴമാണല്ലോ. ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് ഉപ്പും കൂടെ ഈ കൂടെ ഇടാം. ഇതൊന്ന് വെന്ത് വരട്ടെ. വെള്ളരിക്കയും മാമ്പഴവും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. ഞാനൊരു ചെറിയ കഷ്ണം ശർക്കര ഇടുകയാണ്. കാരണം ഇത് ഓപ്ഷണലാണ്. മധുരം കുറച്ച് മതി എന്നുള്ളത് അത് ഒഴിവാക്കുക. കാരണം ഇതൊരു മധുരക്കറിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മധുരം കുറച്ച് ഇട്ട് കൊടുത്തേക്കുന്നത്. ഞാനിതിലോട്ട് അരമുറി തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, 3 പച്ചമുളക്, നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തേക്കാം. നമ്മൾ വെള്ളത്തിലല്ല അരയ്ക്കുന്നത്, നമ്മുടെ വെള്ളം ആവശ്യത്തിനുണ്ട്. അരക്കപ്പ് കട്ട തൈരാണ്, അധികം വലിയ പുളിയില്ലാത്ത തൈരാണ്. ഇതിൽ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ തിളയിഞ്ഞ് വന്നോട്ടെ. മാമ്പഴത്തിന് ഒട്ടും പുളിയില്ലെങ്കിൽ നമ്മൾ ശർക്കര വേണേൽ ഒഴിവാക്കാം. നല്ല പുളിയുള്ള തൈര് ഉപയോഗിക്കാം. നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറിയ തിള വന്ന് നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് നമ്മുടെ മാമ്പഴ കൂട്ടാനിലോട്ട് ചെറിയൊരു വറയിടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക്, ഉലുവ, രണ്ട് വറ്റൽമുളക്,
പൊടിയിലൊക്കെ ധാരാളം മാമ്പഴമൊക്കെ വീണു പോകുന്ന ആളുകളുണ്ട്. പല രീതിയിലുള്ള കറികൾ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ അധികം മധുരമൊന്നും വേണ്ടാത്തവർക്ക് ഈ വെള്ളരിക്ക കഷ്ണങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഇതിന് വേറൊരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.